പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇന്ത്യ F-35 വാങ്ങുകയാണെങ്കിൽ അത് ആനയ്ക്ക് ഭക്ഷണം വിളമ്പിയതിന് തുല്യമാകും എന്ന് ഒരു വലിയ ആർട്ടിക്കിളിലൂടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പുറത്തുവിട്ടു. അപ്പോ ഈ ആർട്ടിക്കിളിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൽ എത്രത്തോളം സത്യമുണ്ട്, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, F-35 എന്ന യുദ്ധവിമാനം എത്ര തന്നെ അഡ്വാൻസ്ഡ് ആണെങ്കിലും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി എല്ലാവരും കാണുന്നത് ഒന്നാമത്തേത് റിലയബിലിറ്റി, മറ്റൊന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളിലും F-35 ലാഗ് ആകും. ലോകത്തിൽ എത്രയോ യുദ്ധവിമാനങ്ങളുണ്ട്, എല്ലാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ ലാഗ് ആകൂ. ഒന്നുകിൽ റിലയബിലിറ്റിയിൽ പ്രശ്നമുണ്ടാകും, അല്ലെങ്കിൽ അതിന്റെ സ്പേസ് അവൈലബിലിറ്റി, കോസ്റ്റ്, ഇതിലൊരു പ്രശ്നമുണ്ടാകും. എന്നാൽ F-35 ആണ് രണ്ടിലും പ്രശ്നമുണ്ടാക്കുന്നത്. ഈ വിമാനത്തെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിൽ $38,000 വരെയും ചിലവ് ചെയ്യണം. എന്നാൽ റഫേൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $16,000 മാത്രമേ ചിലവാകൂ. അപ്പോ മെയിന്റനൻസിന് വേണ്ടി ആ വിമാനം എത്ര പണം ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് F-35ന്റെ ഓപ്പറേഷണൽ റെഡിനെസ് ആണ്. ഒരു നിശ്ചിത സമയത്ത് എത്ര യുദ്ധവിമാനങ്ങൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമെന്ന് ചോദിച്ചാൽ US മിലിറ്ററിയെ സംബന്ധിച്ച് നോക്കിയാൽ 51%. എന്നാൽ US മിലിറ്ററി എയിം ചെയ്യുന്നത് 65%. അവിടെയും 15% ലാഗ് ആകുന്നുണ്ട്. അപ്പോ ഈ രണ്ട് കാര്യങ്ങളിൽ കാലതാമസം സംഭവിക്കുന്നത് കൊണ്ട് ഇന്ത്യ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ കൂടുതൽ പണം ഈ യുദ്ധവിമാനത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വരും. മറ്റൊന്ന്, ഇന്ത്യ ഇതിനകം തന്നെ സ്ക്വാഡ്രണിൽ കുറവാണ്. 41 സ്ക്വാഡ്രൺസ് വേണമെന്ന സ്ഥാനത്ത് ഏകദേശം 31 മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ള കാരണത്താൽ ഈ യുദ്ധവിമാനം വാങ്ങുക എന്നുള്ളത് ആനയ്ക്ക് ഭക്ഷണം വിളമ്പുന്നതിന് തുല്യം തന്നെയാണ്. ഇപ്പോ ഇദ്ദേഹം പറയുന്ന അഭിപ്രായം അനുസരിച്ച് നോക്കിയാൽ F-35 എന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് പൂർണ്ണമായും അയോഗ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇതിൽ പറയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം മറന്നു. അത് നമുക്കറിയാം. ആദ്യത്തെ കാര്യം, US മിലിറ്ററിയെ സംബന്ധിച്ച് ഏകദേശം 2400 യുദ്ധവിമാനങ്ങൾ ഉണ്ട്. ഈ 2400 യുദ്ധവിമാനങ്ങളുടെയും ലൈഫ് സൈക്കിൾ കോസ്റ്റ് നോക്കിയാൽ, അതായത് ഈ യുദ്ധവിമാനങ്ങളുടെ എല്ലാം എയർ ഫ്രെയിം റിട്ടയർഡ് ആകുന്നത് വരെയും അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും സർവീസ് ചെയ്യുന്നതിനും എത്ര തുക അമേരിക്ക മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ ഏകദേശം $1.2 ട്രില്യൺ ആണ്. ശ്രദ്ധിക്കുക, 1.2 ട്രില്യൺ ആണ്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ഏകദേശം 1/4 പങ്ക് തന്നെ ഈ വിമാനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോ ഒരു വർഷത്തെ കണക്ക് നോക്കിയാൽ 44 മില്യൺ വരെയും ചിലവാകും. ഇത്രയും ചിലവാക്കി ഏകദേശം 2400 വിമാനങ്ങളെ അമേരിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അവർ പറയുന്ന ഒരു കാര്യം, F-35 എന്ന യുദ്ധവിമാനം എല്ലാ റോളിനു വേണ്ടിയും ഉപയോഗിക്കാം എന്നാണ്. പക്ഷേ സത്യം അങ്ങനെയാണോ എന്ന് നോക്കിയാൽ ഇല്ല. F-35ലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ്, റേഡാർസ്, കൂടാതെ സ്റ്റെൽത്ത് കോട്ടിംഗ്, ഇവയെല്ലാം എയർ ടു എയർ റോളിൽ വളരെ സുപ്പീരിയർ ആക്കി മാറ്റും. എയർ ടു ഗ്രൗണ്ട് റോളിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോളിന് ഇതിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്രത്തോളം കാര്യക്ഷമമായിരിക്കില്ല. അതിന് പകരം F-18 സൂപ്പർ ഹോർണറ്റ് അല്ലെങ്കിൽ F-15സോ റഫേൽ പോലുള്ള യുദ്ധവിമാനങ്ങളോ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ഫൈറ്റർ ജെറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഒറ്റ ഫൈറ്റർ ജെറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, ഇപ്പോ F-35 ആണെങ്കിൽ F-35നെ മാത്രം എല്ലാത്തിനും ഉപയോഗിക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിൽ ഒരുപാട് പണം ലാഭിക്കാൻ സാധിക്കും. അങ്ങനെയാണ് അമേരിക്ക F-35 പ്രോഗ്രാമിനുള്ളിലേക്ക് വരുന്നത്. എന്നാൽ അങ്ങനെ അകത്തേക്ക് വന്ന അവർ നിർമ്മിക്കാൻ ചിന്തിച്ചതല്ല യഥാർത്ഥത്തിൽ പുറത്തു വന്നത്. F-35 എന്നത് ഒരു എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ ജെറ്റ്, അത്രമാത്രം. എയർ സുപ്പീരിയോറിറ്റി എന്നതിനപ്പുറം മറ്റേതെങ്കിലും അതിനെ ഉപയോഗിക്കണം എന്ന് ചിന്തിച്ചാൽ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് വേറെയുമുണ്ട്. F-18, F-15s, F-16s പോലുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. അപ്പോ ഈ ലോജിക് അനുസരിച്ച് നോക്കിയാൽ ഇന്ത്യ 120 F-35 വാങ്ങുന്നതിന് പകരം ഒരു 60 F-35 വാങ്ങുക. അതിൽ ഏകദേശം 30 F-35 റെഡി ആയിരുന്നാൽ മതി. അമേരിക്ക പറയുന്ന 50% അനുസരിച്ച് നോക്കിയാലും 30 F-35 റെഡി ആയിരിക്കും. ഈ 30 വിമാനങ്ങൾ മാത്രം മതി. നമ്മുടെ ത്രെഡ്സിനെ നമുക്കൊണ്ട് നേരിടാൻ സാധിക്കും. അതേസമയം 60 വിമാനങ്ങൾ മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. 5th ജനറേഷനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിമാനങ്ങൾ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ AMCA പ്രോഗ്രാം ഉണ്ട്.
ഈ AMCA പ്രോഗ്രാം വരുന്നത് വരെയും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് നമ്മുടെ പക്കൽ സ്റ്റോക്ക് പൈൽസ് ഉണ്ടായാൽ മതി. അതനുസരിച്ച് നോക്കിയാൽ 60 F-35 യുദ്ധവിമാനങ്ങൾ എടുത്ത് അതിനെ എയർ ടു എയർ റോളിന് ഉപയോഗിക്കാം. ഇപ്പൊ പാകിസ്ഥാന്റെ ഏറ്റവും നൂതനമായ എയർക്രാഫ്റ്റ്സോ അല്ലെങ്കിൽ ചൈനയുടെ J-20 പോലുള്ള എയർക്രാഫ്റ്റ്സിന് എതിരെ നമുക്ക് F-35 ഉപയോഗിക്കാം. മറ്റ് റോൾസിനായി എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്കിന് അല്ലെങ്കിൽ അടുത്തടുത്ത എയർ സുപ്പീരിയോറിറ്റി റോളിന് നമ്മൾ നമ്മുടെ തദ്ദേശീയ വിമാനങ്ങളെയോ സുഖോയ്സിനെയോ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതായത് F-35 അതിന്റെ റോളിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. എയർ സുപ്പീരിയോറിറ്റി എയർക്രാഫ്റ്റ് ആണ്. എയർ ടു ഗ്രൗണ്ടിനോ ബോംബിങ്ങിനോ F-35 ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ഷോർട്ട് നമ്പേഴ്സിൽ നമ്മൾ വാങ്ങണം, എങ്കിൽ മാത്രമേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ കോസ്റ്റ് എഫക്റ്റീവ്നെസിനെ സംബന്ധിച്ച് എത്ര തന്നെ ആ വിമാനം കോസ്റ്റ്ലി ആയിരുന്നാലും റഫേലിന് നമുക്ക് F-35 കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. എത്ര തന്നെ ആയാലും റഫേൽ ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ്. F-35 ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. F-35 എത്ര തന്നെ റഫേലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണെങ്കിലും F-35 നൽകുന്ന ചില കാര്യങ്ങൾക്ക് ആ കോസ്റ്റ് വാലിഡ് ആണ്. അതേസമയം ഇന്ത്യൻ വ്യോമസേനയിൽ ഇന്ത്യയുടെ ഡിഫൻസ് കമ്മിറ്റി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ട്. നമ്മൾ ഒരു 15 വർഷത്തിന് മുൻപ് ഈ ടോപ്പിക് സംസാരിച്ചാൽ അപ്പോൾ നമുക്ക് പണത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ F-35 റിജക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ പക്കൽ പണമുണ്ട്. നമ്മെ കൊണ്ട് 120 F-35 മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. F-35 പറ്റി പാകിസ്ഥാൻ അധികാരി പറഞ്ഞത് എല്ലാം കള്ളമെന്നല്ല, സത്യം തന്നെയാണ്. പക്ഷെ ഇന്ത്യയെ അദ്ദേഹം അത്രത്തോളം വില കുറച്ചു കണ്ടു. ഇന്ത്യയുടെ പക്കൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫണ്ട് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സത്യമല്ല. നമ്മെ കൊണ്ട് 60 യുദ്ധവിമാനങ്ങളെ നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഫണ്ട് നമ്മുടെ പക്കലുണ്ട്. കൂടാതെ ഇന്ത്യ മുഴുവനായും F-35 റിലൈ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം F-35 എന്നത് ഒരു പ്രത്യേക റോളിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ശത്രുവിന്റെ ഹൈടെക് മിലിറ്ററി ജെറ്റ്സ് വരുന്നുവെന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ മാത്രം ഉപയോഗിക്കാം. മറ്റ് എല്ലാ റോൾസിനും നമ്മുടെ 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇതേ സമയം F-35 കുറിച്ച് ഇന്ത്യയിലുള്ള ചിലരും സംസാരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരിയാകില്ല, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 120-ലധികം F-35 വാങ്ങാൻ ഇന്ത്യക്ക് സാധിക്കില്ല. കാരണം 120 വാങ്ങിയാലും 60 വിമാനങ്ങൾ മാത്രമേ തയ്യാറായിരിക്കുകയുള്ളൂ. 120 എയർക്രാഫ്റ്റിന് നമ്മൾ പണം ചിലവാക്കും. പക്ഷെ ഏത് സമയത്തും 60 എയർക്രാഫ്റ്റ് മാത്രമേ റെഡിയായിരിക്കൂ. കൂടാതെ 120 എയർക്രാഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണൊരു പ്രശ്നം. അതിനാൽ 120 എന്നതിൽ നിന്നും 60 അത് മതിയാകും. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രീതിയിൽ AMC വരുന്നതുവരെയും അത് മാത്രം മതി. ഇനി AMCA നമ്മുടെ പക്കൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പക്കൽ ഒരു 5th ജെൻ പ്രോഗ്രാമേ ഇല്ല. 5th ജെന്നിൽ F-35 മാത്രമേ വിശ്വസിച്ചേ മതിയാകൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ 120 എയർക്രാഫ്റ്റ് നമുക്ക് വലിയ ഭാരം തന്നെയായിരിക്കും. AMCA ഉണ്ടെങ്കിൽ 60 വിമാനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതാണ് മുഴുവനായുമുള്ള വ്യത്യാസം. ഇനി ചിലരെങ്കിലും ചിന്തിക്കാം, F-35 കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്ന്. അത് അതിന്റെ പെർട്ടിക്കുലർ റോളിനപ്പുറം മറ്റ് ഏത് റോളിന് ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചാലും ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റിനെക്കാട്ടിലും വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ അത് പെർഫോം ചെയ്യൂ. പേലോഡ് കപ്പാസിറ്റി ആയാലും റേഞ്ച് ആയാലും മെനുവറബിലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളിലും ഒരു 4.5 ജനറേഷനേക്കാളിലും വളരെ തരം താഴ്ന്ന രീതിയിലായിരിക്കും പെർഫോം ചെയ്യുക. എന്നാൽ എയർ ടു എയർ ശത്രുക്കളുടെ യുദ്ധവിമാനത്തെ ആകാശത്തിൽ വെടിവെച്ച് വീഴ്ത്തണമെന്ന റോൾ വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ F-35 സെൻസേഴ്സ്, റേഡാർസ്, അതിന്റെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, അതിന്റെ സ്ട്രെൽത്ത്, ഇതൊക്കെ മറ്റേതൊരു എയർക്രാഫ്റ്റിനെ കൊണ്ട് മാച്ച് ചെയ്യാൻ സാധിക്കില്ല. അതാണ് സത്യം. അപ്പൊ F-35 നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് 2 ശത്രുക്കളാണ്, ചൈന, പാകിസ്ഥാൻ. ഇവർക്ക് 5th ജെൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ F-35 വാങ്ങുന്നത് വേസ്റ്റ് ആണ്. എന്നാൽ രണ്ടുപേരുടെ പക്കലും 5th ജനറേഷൻ ഉണ്ട്, അതും ലിമിറ്റഡ് നമ്പേഴ്സിലുണ്ട്. അപ്പോൾ ഇവർക്ക് ടഫ് നൽകണം എങ്കിൽ ആ പ്രത്യേക എയർ ടു എയർ റോളിന് നമുക്കൊരു ജെറ്റ് ആവശ്യമാണ്. അവിടെ F-35 നമുക്ക് നിർത്താൻ സാധിക്കും. അപ്പോൾ F-35 ഓൾറൗണ്ടറായി ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചാൽ അത് സാധിക്കില്ല. എന്നാൽ എയർ സുപ്പീരിയോറിറ്റി റോളിന് വേണ്ടി അതിനെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ കാലത്ത് അതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജെറ്റ്. അതിനെ മാച്ച് ചെയ്യാൻ സുഖോയ് Su-57 കൊണ്ടുപോലും സാധിക്കില്ല. കാരണം അതിന്റെ സ്റ്റെൽത്ത് പ്രോപ്പർ അല്ല.
പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം സുഖോയ് Su-57 നല്ലതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.